ഇവിടെ വേണോ? തന്നോടല്ല, കൈയെടുക്കണോ? എത്ര മണിക്കാ താൻ കട തുറക്കുന്നത്? 8 മണിക്ക്. എത്ര മണിക്ക് അടയ്ക്കും? രാത്രി 8 മണിക്ക്. അപ്പൊ 12 മണിക്കൂർ. ഈ 12 മണിക്കൂറിൽ എത്ര പേര് കടയിൽ വരും? ഒരു 10-100 പേര് വരും സാർ. 10ഓ 100ഓ തെളിച്ച് പറ. 100. ഇന്നലെ എങ്ങനെയായിരുന്നു? ഈ 100 പേരിൽ മുഖപരിചയം ഇല്ലാത്ത എത്ര പേർ കടയിൽ വന്നിരുന്നു? ശ്രദ്ധിച്ചില്ലെന്നോ? കണ്ണടച്ചോണ്ടോ കച്ചവടം നടത്തുന്ന? വ്യവസായ പ്രമുഖനായ സൂര്യനാരായണനെ കോട്ടയത്തും കോയമ്പത്തൂരും വെച്ച് വകവരുത്താൻ ശ്രമിച്ച ബോംബ് കേസിലെ 2 പ്രതികൾ ഈ നാട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. അവന്മാരെ പിടികൂടാതെ ഈ KK ചെട്ടിയാർക്ക് ഇനി വിശ്രമമില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല, നാട്ടുകാരായ നിങ്ങൾക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതിന് ഞാനൊട്ടും സമ്മതിക്കത്തുമില്ല. മുഖപരിചയമില്ലാത്ത ആരെ കണ്ടാലും ആ വിവരം എന്നെ അറിയിക്കണം. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ ഗണേശ, ജീപ്പട്. ഗുണേന്ദ്ര, ജോലി ഉണ്ടാക്കാതെ. CI കാലൊടിഞ്ഞ് കിടക്കുന്നത് ഇയാളുടെ നല്ല സമയം. ബലസാൻ കിട്ടിയ ഒരു ചാൻസ് അല്ലേ? CIയെ പേടിക്കണ്ട, പക്ഷേ SI ഈ പൊടിയൻ ചെട്ടിയാരെ പേടിക്കണം. അതെന്താ? CIക്ക് ബുദ്ധിയുണ്ട്, ഇയാൾക്ക് ബുദ്ധിയില്ല. അയ്യോ, അറിഞ്ഞ വിശേഷം? അടി, പൊരിഞ്ഞടി. എവിടെ? ഇവിടെ, നമ്മുടെ കവലേലി. നമ്മുടെ ഈ കവലേലി ഇപ്പൊ നടക്കുമ്പോൾ തുടങ്ങട്ടെ. ചെറുതായിരിക്കണത് നല്ലൊരു അടിയുടെ നാള് മറന്നല്ലേ? പിന്നെ കഴിഞ്ഞ മീനത്തിലൊരു അടി കണ്ടതാ. എന്റെ വ്യാകുലമാതാവേ, അടി എന്ന് പറഞ്ഞ ഇതുപോലെ ഒരു അടി നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. എന്തടി? ഏതടി? എടാ, ആര് തമ്മിലാണെന്നൊന്ന് പറ. നമ്മള് തമ്മില്. ഇന്നും എന്റെ കയ്യിൽ കാശില്ലടോ. ഇനി എന്നെ തൊട്ടു പോകരുത്. എല്ലാத்தைയും തട്ടിക്കളയും. എത്തപ്പാനെ കുത്തിയവനാണ് ഞാൻ. അത് ശരി, അപ്പൊ നീയാണ് എസ്തപ്പാനെ കുത്തിയതല്ലേ? കേരള ജീപ്പിലോട്ട്. അയ്യോ സാർ, അത് ഞാൻ. എന്താടാ? അല്ല സാർ, എന്റെ സൈക്കിള്. നിന്റെ സൈക്കിൾ? എന്റെ സൈക്കിളല്ല, വേറെ ആരുടെ സൈക്കിളാ. വേറെ ആരുടെ സൈക്കിൾ നിന്റെ എങ്ങനെ വന്നു? അതെനിക്കറിയില്ല. അറിയാ, ഞാൻ മോഷ്ടിച്ചതാണ്. ജീവിക്കട്ടെ. എല്ലാരും പിരിഞ്ഞു പോവുക, ക്രമസമാധാനം പാലിക്കുക. നിർത്ത്. പിടിച്ചിറക്കിക്കൊണ്ടോ അവനെ. തന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത്, അവനോട് വരാൻ പറഞ്ഞു. പറയടാ, നിനക്കെങ്ങനെ അതിന് ധൈര്യം വന്നു? കണിമംഗലം പഞ്ചായത്തിനെ കിടുകിടാ വിറപ്പിച്ച എരുമേലി എസ്തപ്പാൻ, ഒതുക്കാൻ ചെന്ന് സിയുടെ കൈയും കാലും അടിച്ചൊടിച്ച് കൊക്കയിൽ തള്ളിയ ഇരട്ട കരളൻ എസ്തപ്പാൻ, പോലീസുകാരുടെ പിടികിട്ടാപ്പുള്ളിയായ കൊലയാളി എസ്തപ്പാൻ. ആ എസ്തപ്പാനെ കുത്തിമലർത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ചാർലി? ധൈര്യം വന്നില്ല സാർ, സത്യമാണ് സാർ. ഞാൻ ഈ എസ്തപ്പാനെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ നീ കുത്തിയത് ഇരുട്ടത്താണല്ലേ? ഓ, ഞാൻ കുത്തിയിട്ടേ ഇല്ല സാർ. കുത്തിയിട്ടേ ഇല്ലെന്നോ? അതെ സാർ, ആ പത്രോസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞതാ. അയ്യോ, നല്ലൊരു ചാൻസ് നീ നശിപ്പിച്ചു കളഞ്ഞല്ലോടാ. നിന്നെ പിടിച്ച എസ്തപ്പാനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ CI മരക്കാലം വെച്ച് വരുന്നത് വരെ എനിക്കൊന്ന് ഞെളിഞ്ഞ് നടക്കാമായിരുന്നു. ഒരു പ്രൊമോഷൻ ഉറപ്പായനെ. ഇനി കുത്തിയവനെ തേടി എസ്തപ്പാൻ വരുമ്പോ ഞാൻ ആരെ പിടിച്ചു കൊടുക്കും? അയ്യോ, സത്യം പറയടാ, നീ തന്നെയാണ് അവനെ കുത്തിയത്? അല്ല സാർ, ആ പത്രോസിനെ നാട്ടുകാരൻ വരട്ടാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞതാ. എന്നാ പിന്നെ വീരപ്പനെ കുത്തിയവനാണെന്ന് പറയാൻ മേലായിരുന്നോ? ഫോട്ടോ ആരുടെ? വീരപ്പന്റെ? അല്ല സാർ, ബോംബ് വെച്ച പിള്ളേരുടെ. ആരെവിടെ ബോംബ് വെച്ച്? സാർ, സൂര്യനാരായണനെ. നമ്മുടെ പിടിയിട്ട പിള്ളേര്? അതെ സാർ. വരട്ടെ വരട്ടെ. പവിത്രൻ 22 വയസ്സ്, ഹൈദർ 22 വയസ്സ്. മതി ഗണേശ, ഈ കണിമംഗലം പഞ്ചായത്തിന്റെ ഏത് മൂലയിൽ പോയി ഒളിച്ചിരുന്നാലും ഇവരെ ഞാൻ പൊക്കി. താൻ പോയില്ലേ? പോകാൻ പറഞ്ഞില്ലല്ലോ. ഇറങ്ങി പോടേ. അടുത്ത സെറ്റപ്പ്.
ചേട്ടനെ കുത്തിയാൽ എവിടെ എല്ലാ തെണ്ടികളും ഓർത്തോ ഉറങ്ങിക്കിടന്ന് ഞങ്ങൾ എസ്തപ്പാൻ ചേട്ടനെ കുത്തിയിട്ട് ഓടിയവനെ ജീവനോട് ഞങ്ങൾ വെച്ചേക്കില്ല. കയ്യും കാലും കൊത്തി തൂർക്കി തെരുവിലും പറഞ്ഞേക്കവനോട് ചെന്ന് എസ്തപ്പാൻ ചേട്ടൻ ജീവനോട് ഇരിക്കുമ്പോ ഒരു ചെറ്റയും തലവെക്കാൻ സമ്മതിക്കില്ല എന്ന് പറ. എവിടെയുണ്ടോ? എവിടെ? നിന്റെ നന്നല്ലേ? ഇല്ലടാ. ഹലോ തീപ്പിടുണ്ടോ? ഇവിടെ നിന്റെ അപ്പനെ ചോദിക്കാം. അയ്യോ ഞാനൊന്ന് പറയണ കേൾക്ക് പ്ലീസ്. ഞാനൊരു കാര്യം ഒന്ന് വന്ന് ഒരൊറ്റ സ്വകാര്യം ഒരു ചെറിയ കാര്യം. സ്വപ്നം കാണുന്ന ഇവിടെ ഇങ്ങനെ സൂചന തുടങ്ങാണെങ്കിൽ വീട്ടിൽ പോയി തുടങ്ങണം. ഞാൻ പിന്നെ എന്താ പറയടാ? നേരം പാതിരാത്രി എങ്ങനെയൊന്നും രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കും. ഓ രാവിലെ മുതൽ ആലോചിക്കല്ലേ? ഇനി ഞാൻ ആലോചിച്ച ഒറ്റ വഴിയുള്ളൂ. എന്ത് വഴി? ഇവിടെ അങ്ങനെ കെട്ടിത്തൂങ്ങി ചാവാം. എന്നാ പിന്നെ കെട്ടിത്തൂങ്ങി ചാവടാ. ചാവൂടാ ഞാൻ. ഹൈദരെ തമാശ പറയാനുള്ള സമയം ഇത്. ആ കിളവനും കിളവി എപ്പോഴാ വരുന്നതെന്ന് അറിയില്ല. അതിനും ഇവിടെ മുങ്ങണം. ഇതൊക്കെ ഇങ്ങോട്ട് ഓടിക്കയറുന്നു ആലോചിക്കണമായിരുന്നു. ഒളിക്കാൻ കണ്ടൊരു സ്ഥലം സ്ഥലം ഒന്ന് പിടിച്ചില്ലേ? പിടിച്ചു പിന്നെ ജീവനും കൊണ്ട് അന്തം വിട്ട് ഓടുമ്പോൾ ഞാൻ പിന്നെ കൊടൈക്കനാലിൽ പോയി ഒളിപ്പിക്കടാ. അപ്പോഴാ ബുദ്ധി വന്നുകൊണ്ട് പോലീസിന്റെ ഇടിയോളാ രക്ഷപ്പെട്ടു. അതിനുള്ള ആ കിളവനും കിളവിയും കൂടെ ജനലും വാതിലും ഒക്കെ പൂട്ടി പോകുന്നു ഞാൻ അറിഞ്ഞ. വാതിൽ ചവിട്ടി പൊളിക്കാന്ന് വെച്ചാൽ ഒരു മുടുത്താൻ പൂട്ടല്ലേ ഇട്ട് പൂട്ടി കളഞ്ഞത്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു പായും വിരിച്ചു ഇവിടെ കിടന്ന് ഉറങ്ങാം. എന്നാ പിന്നെ നീ ഒരു പായ എടുത്തോണ്ടെന്ന് വരി. നമ്മുടെ ഗോവ സാഹിബിന്റെ വീടല്ലേ? അയാൾ ഇവിടെ ഇല്ലല്ലോ. ഇവിടെ കിടന്നെങ്ങനെ പറഞ്ഞ അകത്തിറക്കാൻ ഒരു മാർഗം. ഒരു മാർഗമുണ്ട്. നമുക്ക് ഓട് പൊളിച്ച് പുറത്തിറങ്ങാം. ഓട് പൊളിച്ചിക്കാൻ ഒന്ന് അനങ്ങി വാടാ. ആരല്ലേ? ലൈറ്റ് ഒക്കെ ഇട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് ഓട് പൊളിച്ചിറങ്ങാം. മണ്ടത്തരം പറയടാ. ലൈറ്റ് ഇട്ട് ആളിൽ കാണും. പിന്നെ കാല് കൊടുത്ത് കയറും. പിന്നെ തല കൊടുത്ത് പെട്ടെന്ന് അതൊക്കെ പറ്റൂ. ഇത് എന്തോന്നടേ? ചെലന്തി വിളടാ. അത് പിടിച്ച് അനക്കലടാ കഴുതേ. നിങ്ങളോടാ പറഞ്ഞ തെണ്ടി. സായിപ്പ് റേഡിയോ ഓഫ് ചെയ്തിട്ടില്ല. അപ്പൊ പാട്ട് കേട്ട് കിടന്നുറങ്ങാം. ഞാൻ താഴെ വന്ന ചവിട്ടി നിന്റെ അനക്കാതെ പിടിയിടോ. പഴയ കെട്ടാ തൊടും മുമ്പ് ഓടളവിൽ പോവുക. ഈ ഓർഡറൊക്കെ വളരെ ഈസിയാടാ. ആരാണ് എന്റെ തോളി ചവിട്ടിയത്? ഇവിടെ പുല്ലെ തലയെ കൂടെ പറഞ്ഞുകൊണ്ട് ആരാണ് എന്റെ തോളി ചവിട്ടി? ആരാന്നും അതാരല്ലേ ഞാൻ ചോദിച്ചത്? ഞാനല്ല. പിന്നെ ആരാടാ? ഇനി ഞാനായിരിക്കോ? അറിയാലോ. സ്വിച്ചില്ല, പ്ലഗ് മാത്രമേ ഉള്ളൂ. നീ ആരാടാ? ആരാ നീ? ഞാനാരുമാകട്ടെ, അതിനുമ്പ് നിങ്ങൾ ആരാണെന്ന് ഞാൻ പറയാം. പോലീസിന്റെ പിടികിട്ടാ പുള്ളികളും ബോംബ് കേസിലെ പ്രതികളുമായ പവിത്രനും ഹൈദരും ആൾ താമസമില്ലാത്ത വീട്ടിൽ ഒളിച്ചിരുന്നാൽ ഞാൻ പിടിക്കില്ല എന്ന് കരുതിയല്ലേ? അതെ, ഞാൻ CID തന്നെ. തട്ടാനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ CID പോലീസും പട്ടാളമൊന്നുമല്ല. എന്നെ കയ്യേല് നിർത്താതെ കാലേല് നിർത്തും. ഞാൻ സത്യം പറയാ. ഇല്ലെങ്കിൽ ഇത് വടിയാകും. ഞാൻ എല്ലാം പറയാ.